നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേട്ടൻ പറഞ്ഞതല്ല ശരിയാ. ഇങ്ങനൊക്കെ സംഭവിച്ചു പോയില്ലേ? പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്നത് സ്വന്തം അച്ഛനും അമ്മയും സഹോദരിയുമാ. അവരെന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ മറന്ന് അവരെ രക്ഷിക്കേണ്ട ചുമതല ചേട്ടനില്ലേ? നമുക്കൊരു മോനുണ്ടെന്നുള്ളൊരു ഓർമ്മ വേണം. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ എല്ലാം ഫലം അവനും കൂടി അനുഭവിക്കേണ്ടത്. അത് ഒഴിവാക്കാനെങ്കിലും ദൈവത്തിന് നിരക്കുന്ന ഒരു നല്ല കാര്യങ്ങളും ചെയ്. ഉപദേശമൊക്കെ കൊള്ളാം, പക്ഷെ സുയിത്രേ, പ്രശ്നമുണ്ടാക്കി വെച്ചവർക്കാണ് അത് സോൾവ് ചെയ്യാനുള്ള ബാധ്യതയുമുള്ളത്. വന്ദനയുടെ തോന്നിവാസത്തിന് അച്ഛനും അമ്മയും കൂട്ടുനിന്നപ്പോ അവര് 3 പേരുമാണ് പ്രശ്നക്കാര്. തലയൂരാനുള്ള മാർഗം അവര് തന്നെ കണ്ടെത്തട്ടെ. ഞാനിപ്പോ ആരെയും ജാമ്യത്തിൽ ഇറക്കാനുള്ള അവസ്ഥയിലൊന്നല്ല. ജാമ്യം കിട്ടിയോ? എന്നിട്ട് മറ്റുള്ളവരൊക്കെ എവിടെ? ഓ, മനസ്സിലായി. വന്ദനയ്ക്ക് കിട്ടിയത് കരഞ്ഞോണ്ട് ഓടി വരുന്ന ജാമ്യം, അച്ഛനും അമ്മയ്ക്കും കിട്ടിയത് പതുക്കെ നടന്ന് വരുന്ന ജാമ്യം അല്ലേ? അച്ഛനും അമ്മയും മിനുവായിട്ടനൊക്കെ എവിടെ? ദിയമോളോ? ദിയമോള് പോയി. ദിയമോള് പോയെന്നോ? എവിടെ പോയി? ആ ഇൻസ്പെക്ടർ ദിയമോളെ ബലമായി പിടിച്ചെടുത്ത് രാഗിയെ ഏൽപ്പിച്ചു. അങ്ങനെ പുകഞ്ഞ കൊള്ളി പുറത്തായി, ആശ്വാസമായി. അച്ഛനും അമ്മയും ബിനുവേട്ടനൊക്കെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുക. ആൾ ജാമ്യത്തിൽ ഇറക്കണമെന്ന് പോലീസ് പറഞ്ഞു. ഉടനെ പോണം. ചേട്ടൻ ഉടനെ പോയി അവര് ജാമ്യത്തിൽ ഇറക്കണം. എങ്ങനെ അവരുടെ മുമ്പിൽ മുഖം രക്ഷിക്കുക? ഇനി ഒരു പക്ഷെ അച്ഛനെ വിളിച്ച് കിട്ടിയാലും അച്ഛൻ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛനെ വിളിച്ചോ? ഉടനെ വേണ്ടത് ചെയ്യാന്ന് അച്ഛൻ സമ്മതിച്ചിരിക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.